നിങ്ങൾ ഒരു ടാബ്ലറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി ടാബ്ലറ്റ് വേണമെന്നുണ്ടോ? അത് നിങ്ങൾക്ക് പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇഷ്ടമാണോ? അങ്ങനെയെങ്കിൽ പോക്കോ ഒരു പുതിയ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിക്കാൻ പോവാണ്. ചൈനീസ് മാർക്കറ്റിൽ അവർ റെഡ്മി ഒരുപാട് ഇറക്കിയായിരുന്നു. അതിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ ആയിരിക്കും ഇന്ത്യയിലോട്ട് വരുന്നത്. പൊതുവെ പോക്കോ ഇറക്കുന്ന എല്ലാ ഫോണുകളും റെഡ്മിയുടെ റീബ്രാൻഡഡ് വേർഷനാണ്. എന്തായാലും പോക്കോ ആണല്ലോ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാം. ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യു ആർ വാച്ചിങ് ഡയറക്ട് ടെക്. 12.5 ഇഞ്ചിൻ്റെ ഒരു 2.5K റെസൊല്യൂഷനുള്ള ഒരു LCD ഡിസ്പ്ലേ ആയിട്ടാണ് നമ്മുടെ പോക്കോയുടെ പുതിയ ടാബ്ലറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ഓർക്കുക, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും കാര്യങ്ങളെല്ലാം ഇതിന് വരുന്നുണ്ട്. മാക്സിമം ബ്രൈറ്റ്നസ് വരുന്ന 600 നിറ്റ്സും കാര്യങ്ങളെല്ലാം. നമ്മൾ ടാബ്ലറ്റിന്റെ പെർഫോമൻസ് വൈസിലേക്ക് വരുവാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ 7S Gen 2 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. 5G കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി 5G ഇല്ലാത്തൊരു വെർഷൻ ആണെങ്കിൽ അതും വരും എന്നാണ് തോന്നുന്നത്. വൈഫൈ ഉണ്ട്. എന്തായാലും സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തായാലും 5G തന്നെയായിരിക്കും. 4G ഉണ്ടെന്നിട്ട് ഇനി ഇന്ത്യയിൽ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ റാം ടൈപ്പ് വരുവാണെങ്കിൽ ഐ തിങ്ക് എത്ര GB റാം വരും നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും ഇതുവരെ റിവീൽ ആയിട്ടില്ല. റൂമേഴ്സ് അനുസരിച്ച് നമ്മുടെ റാം ടൈപ്പ് വരുന്ന LPDDR4X റാമും അതുപോലെ തന്നെ UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. 3.1 ഒക്കെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. പക്ഷേ 2.2 ഒക്കെ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ടാബ്ലറ്റിന്റെ ഫിസിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ 3.5mm ജാക്ക് കാണും. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വരുന്ന ഒരു ക്വാഡ് സ്പീക്കർ സെറ്റപ്പും കാര്യങ്ങളെല്ലാം. ടാബ്ലറ്റിന്റെ ക്യാമറ സൈഡിലോട്ട് വരുവാണെങ്കിൽ റിയർ ക്യാം 8MP, അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും 8MP, 8 മെഗാപിക്സലാണ് എല്ലായിടത്തും വരുന്നത്. പിന്നെ ടാബ്ലറ്റിന്റെ ക്യാമറയാണ്, വലിയ ഫോട്ടോഗ്രാഫി ഒന്നും നോക്കണ്ട. നമ്മുടെ ഡോക്യുമെന്റ് റീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണല്ലോ ടാബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഷവോമി ഏറ്റവും പുതുതായിട്ട് അവതരിപ്പിച്ച അവരുടെ ഹൈപ്പർ OS ആയിരിക്കും നമ്മുടെ ഈ ഒരു ടാബ്ലറ്റിലും വരുന്നത്. 10,000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമായിട്ട് ഈ വരുന്ന ടാബ്ലറ്റ് ചൈനയിൽ റെഡ്മി പാഡ് പ്രോ എന്ന് പറഞ്ഞൊരു ടാബ് ലോഞ്ച് ചെയ്തായിരുന്നു. അതിന്റെ പ്രൈസ് ഏകദേശം ഇന്ത്യൻ മണി 17,500 ഇന്ത്യയിലോട്ട് വരുമ്പം അത് കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു 20,000 to 25,000 ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ പോക്കോ പാഡ് വരികയാണെങ്കിൽ അതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം വരും. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ കാര്യങ്ങളല്ലായിരുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതിന് മുമ്പ് നമ്മുടെ ഗെയിമിംഗ് ചാനലുണ്ട്, റോഡ് ടു 3K സബ്ബാണ്. അപ്പോൾ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യുക. ഫ്രീ ഫയർ ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഗെയിം. വേണമെങ്കിൽ മാറ്റി പിടിക്കാന്നാണല്ലോ. അപ്പം ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. ഒരു കിണ്ണം കാച്ചി വീഡിയോ ആണ്. വെയിറ്റ് ഫോർ ഇറ്റ്.